ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സാലിസിലിക് ആസിഡിനെ കുറിച്ചാണ് പറയാൻ വന്നത് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് സാലിസിലിക് ആസിഡ്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ ഡൗട്ട്സ് എല്ലാവർക്കും വരാറുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് സാലിസിലിക് ആസിഡ് എന്ന് വെച്ചാൽ, സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു BHA ആണ്. BHA എന്താണെന്ന് വെച്ചാൽ ബീറ്റാ ഹൈഡ്രോക്സി ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് നമ്മുടെ സ്കിന്നിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലെ പോർസ് ഒക്കെ ഇഷ്ടംപോലെ എല്ലാവരുടെ സ്കിന്നിലും ഉണ്ടല്ലോ. അപ്പോൾ പോർസ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും അതിലെ ഡേർട്ടും കാര്യങ്ങളൊക്കെ മാറ്റാനും, പിന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും, ചെറിയ തരിത്തരി പോലത്തുള്ള പിമ്പിൾസ് ആണല്ലോ പലരുടെയും പ്രശ്നം. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഡ്രൈ ഔട്ട് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു സംഭവമാണ് ഈ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. അതായത് സ്കിന്നിൽ നമുക്ക് ഈ ചെറുതായിട്ട് ആക്നെ ഒക്കെ വരാനുള്ള ആ ഒരു കോമ്പോണൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ പോർട്സിലേക്ക് ഈ സാലിസിലിക് ആസിഡ് ഇറങ്ങി ചെന്നിട്ട് അത് ഈ പിമ്പിൾസ് വരാനുള്ള ആ ഒരു കോമ്പോണൻസിനൊക്കെ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് കൂടെ തന്നെ നമ്മുടെ സ്കിന്നിൽ അമിതമായിട്ടുള്ള സെബം പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്യും. മുഖം ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റുകളിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിപ്പോൾ ടാബ്ലറ്റ് ആയിട്ടും ഇഞ്ചക്ഷനായിട്ടും കിട്ടുന്നുണ്ട്. അതൊന്നും നമ്മളെ പോലെയുള്ള നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം യൂസ് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സോപ്പുകളിൽ സാലിസിലിക് ആസിഡ് കണ്ടന്റുള്ള സോപ്പ് ഉണ്ട്, ലോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ക്രീംസിലുണ്ട്, ഫേസ് വാഷിലുണ്ട്, ഈവൻ സെറം എന്നുള്ള രൂപത്തിലും നമുക്ക് ഈ സാലിസിലിക് ആസിഡ് ഇപ്പോൾ മാർക്കറ്റുകളിൽ വിപണിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പോലുള്ള നോർമൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ, അതായത് ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് സെറം ബേസിലുള്ളതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, സെറം എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി ചെന്ന് ഭയങ്കരമായിട്ട് സ്കിന്നിൽ ഈ പോഴ്സിനെയൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലാൻ അബ്സോർവ് ചെയ്യാൻ ഭയങ്കര കഴിവുണ്ട് കേട്ടോ സെറത്തിന്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ തന്നെ മോളിക്യുലാർ ഫോർമുല വരുന്നത് സെറത്തിന് ഭയങ്കര കുറവാണ്. ഇപ്പം മോയ്സ്ചറൈസേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തിരി തിക്കായിരിക്കും. ഈ സെറം എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഫാസ്റ്റായിട്ട് ഈ സെറത്തിനെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഈ സെറം യൂസ് ചെയ്യുമ്പോഴായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴേ നമ്മൾ സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഫേസിൽ കണ്ടു തുടങ്ങും. അപ്പോൾ ഈ BHA എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് AHA സൊല്യൂഷൻസ്, BHA സൊല്യൂഷൻ. ഒരു ലൈറ്റ് ആയിട്ട് ഒരു എക്സ്ഫോളിയേഷൻ പ്രോപ്പർട്ടി ഉള്ള സംഭവങ്ങളാണ് ഈ AHA BHA എന്നൊക്കെ പറയുന്നത്. അപ്പോൾ AHA എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഔട്ടർ സ്കിന്നിൽ, അതായത് ഈ സ്കിന്നിൻ്റെ വെളിയിലുള്ള ആ ഒരു ഡെഡ് സ്കിന്നും കാര്യങ്ങളും ഒക്കെ ഒന്ന് പീൽ ഓഫ് ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്നതാണ് AHA എന്ന് പറയുന്നത്. അപ്പോൾ BHA എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ സ്കിന്നിനകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്തിട്ട് ഉള്ളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉള്ളിലുള്ള പോർസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ BHA എന്ന് പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ സാലിസിലിക് ആസിഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു BHA ആണെന്ന്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ വരുന്നത്, അതായത് നമ്മുടെ സ്കിന്നിൽ ഈ ചെറിയ 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 സുഷിരങ്ങൾ എല്ലാവരുടെ സ്കിന്നിലും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചെറിയ കുഴി പോലെയാണല്ലോ എല്ലാവരുടെ സ്കിന്നിലും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഡേർട്ടും കാര്യങ്ങളും ഈ അമിതമായ നമ്മുടെ ഈ ഓയിൽ പ്രൊഡക്ഷനും ഒക്കെ ഉള്ളതൊക്കെ ഇതിനകത്ത് കയറിയിരുന്ന് നമ്മളിപ്പോൾ ഈ ഫേസ് വാഷ് ചെയ്യുമ്പോഴൊന്നും ചിലപ്പോൾ ആ ഓപ്പൺ പോർസിലുള്ള ആ ഒരു അഴുക്കൊന്നും എപ്പോഴും പോകണം എന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നിരുന്ന്, അതായത് നമ്മളിപ്പോൾ ഫേസ് വാഷ് ഇപ്പോൾ മുഖത്തിൻ്റെ പുറത്തൊക്കെയല്ലേ ഇടുന്നത്, അപ്പോൾ ഉള്ളിലുള്ളത് ചിലപ്പം ഇങ്ങനെ ക്ലീനായി വരണമെന്നില്ല. അപ്പോൾ അതിങ്ങനെ ഉള്ളിൽ ഇരുന്ന് ഈ ചിലത് ഇങ്ങനെ പുറത്തോട്ട് ചെറിയ രീതിയിൽ തള്ളി വരുന്നതൊക്കെയാണ് ഈ ബ്ലാക്ക് ഹെഡ്സ്. അത് ആ ഡേർട്സും കാര്യങ്ങളും ചെല്ലുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും പിഗ്മെൻറ്റേഷനും ആയിട്ടൊക്കെ മാറുന്നത്. ഇപ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന ചില ഇച്ചിരി ഒന്നും പുറത്തോട്ട് വരാതെ ഇരിക്കുന്നതൊക്കെയാണ് വൈറ്റ് ഹെഡ്സ് എന്നുള്ള രീതിയിലും നമ്മുടെ സ്കിന്നിൽ വന്നിരിക്കുന്നത്.
ഒരു മെത്തേഡിൽ പറയുകയാണെങ്കിൽ ഇത് രണ്ടും ഡേർട്സ് തന്നെയാണ് കേട്ടോ, ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ ഈ അമിതമായ സെബം പ്രൊഡക്ഷൻ കാരണം ഈ ഓയിലൊക്കെ നമ്മുടെ ഈ പോർട്സിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ചെറിയ തരിത്തരി പോലെയുള്ള പിമ്പിൾസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ സെറം ഉള്ളിൽ പോകുന്നത് കൊണ്ട് തന്നെ അതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഈ ചെറിയ ചെറിയ കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ഔട്ട് ചെയ്തിട്ട് ഈ പോർസ് ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ക്ലോസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഓപ്പൺ പോർസ് ഒക്കെ തന്നെ കുറയുമ്പോൾ തന്നെ സ്കിന്ന് നല്ലൊരു ഗ്ലോ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് സ്കിന്ന് നല്ലൊരു ഗ്ലോയും നല്ലൊരു സോഫ്റ്റും പിന്നെ നല്ല ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ഒരു സ്മൂത്ത് ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു സെറം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഏറ്റവും മാക്സിമം ഒരു 2% മാത്രമുള്ളൊരു സാലിസിലിക് ആസിഡ് മാത്രമേ ബിഗിനേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യരുത്. ആക്ച്വലി ഇപ്പോൾ ഒരു ഡേ ടൈമിനെക്കാളും ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഇനിയിപ്പോൾ ചെറിയ ചെറിയ കുരുപ്പുകളൊക്കെ മുഖത്തുള്ളവരാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നൈറ്റ് ടൈമിൽ ഒരു 2-3 ഡ്രോപ്പ്, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ വേണം യൂസ് ചെയ്യാൻ. ഒട്ടും വെറ്റ്നസ് സ്കിന്നിൽ പാടില്ല കേട്ടോ. അതെടുക്കുക, മസാജ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെ ഡാബ് ചെയ്ത് ഇത് ഉണക്കുക. എന്നിട്ട് വേണം നമ്മൾ ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ മുഖത്തിടുക, എന്നിട്ട് കിടന്നുറങ്ങുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാത്രി അല്ല ഡേ ടൈമിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇതേപോലെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിൽ സാലിസിലിക് ആസിഡ് സെറം ഒരു 2-3 ഡ്രോപ്പ് ഇടുക. നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് അത് മുഖത്ത് പിടിപ്പിക്കരുത്. എന്നിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടുക. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഡേ ടൈം ആണെങ്കിൽ ഒരു സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകരുത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ലൈറ്റായിട്ട് ഒരു എക്സ്ഫോളിയേഷൻ തരുന്നുണ്ട് നമ്മുടെ ഫേസിലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ട് നമുക്ക് ഈ എക്സ്ഫോളിയേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ പുറമേയുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ സ്കിന്ന് ഭയങ്കരമായ രീതിയിൽ സെൻസിറ്റീവായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പം ഭയങ്കരമായ രീതിയിൽ ഈ സൺ എക്സ്പോഷറൊക്കെ തന്നിട്ട് നല്ല രീതിയിൽ സ്കിൻ ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട്, ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഡേ ടൈമിൽ നിങ്ങളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന മറക്കരുത്, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നാളെ യൂസ് ചെയ്യേണ്ട, മറ്റന്നാൾ യൂസ് ചെയ്യുക. അങ്ങനെ മാത്രം യൂസ് ചെയ്ത് ഒരു 2 ആഴ്ച അങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇറിറ്റേഷനൊന്നുമില്ല, റെഡ്നെസ് ഒന്നുമില്ല, ചൊറിച്ചിലൊന്നും ഇല്ല, ഇത് യൂസ് ചെയ്തുകൊണ്ട് അതായത് ഈ ഒരു സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മൂക്കിൻ്റെ അവിടെ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഈ മൂക്കിൻ്റെ സൈഡിൽ മാത്രം വേണമെങ്കിൽ ഇത് ഇട്ടിട്ട് കിടക്കാം, മുഖം മൊത്തത്തിൽ ഇടണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ 1-2 പിമ്പിൾസ് അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നൈറ്റ് കിടക്കുന്ന ടൈമിന് മുന്നേ ഈ പിമ്പിൾസിന് മുകളിൽ മാത്രം ഒരു ഡ്രോപ്പ് ഇട്ടിട്ട്, ഫേസ് ഫുള്ള് ഇടണമെന്നില്ല കേട്ടോ, ഡ്രോപ്പ് ഇട്ടിട്ട് നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു വന്ന പിമ്പിൾസൊക്കെ ഡ്രൈ ഔട്ട് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫേസ് ഫുള്ള് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം ഇതൊന്ന് യൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പുറമേ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന രീതിയിലാക്കിക്കൊണ്ടുവരാം. അപ്പം നമുക്കിനി ഇത് എന്തിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്ത് ഇടാൻ പറ്റുമോ നോക്കാം. അതായത് നമുക്ക് ഈ സാലിസിലിക് ആസിഡ് സെറം എന്തിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ആസിഡ് ആണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഹൈഡ്രോളിക് ആസിഡുള്ള മോയ്സ്ചറൈസേഴ്സോ എന്ത് വേണമെങ്കിലും ഈ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഏറ്റവും ആദ്യം സാലിസിലിക് അതായത് മോളിക്കുലാർ ഫോർമുല നോക്കിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ ഹൈഡ്രോളിക് ആസിഡുള്ള മോയ്സ്ചറൈസറോ ഇനിയിപ്പോൾ ഹൈഡ്രോളിക് ആസിഡ് സെറം മിക്സ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മോളിക്കുലാർ ഫോർമുല ഏറ്റവും കുറവ് ആദ്യമുള്ളത് സാലിസിലിക് ആസിഡിനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം സാലിസിലിക് ആസിഡ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഹൈഡ്രോളിക് ആസിഡുള്ള സെറമോ ഇനി അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് മുഖത്തിടാവുന്നതാണ് കേട്ടോ. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സാലിസിലിക് ആസിഡിൻ്റെ കൂടെ നിയാസിനമൈഡ് സെറം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആദ്യമേ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ
സാലിസിലിക് ആസിഡ് സെറം ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യാവുന്നതാണ്. നിയാസിനമൈഡ് സെറം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം പോവുകയാണെങ്കിൽ ഒരു 5% മാത്രം, അത്രയും മതി കേട്ടോ. അതിൽ കൂടുതൽ ഈ സാലിസിലിക് ആസിഡിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ നിൽക്കരുത്. ഒരു 2 to 5% മാത്രം കോൺസെൻട്രേഷൻ ഉള്ള ഒരു നിയാസിനമൈഡ് സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സാലിസിലിക് ആസിഡിൻ്റെ കൂടെ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി ആൽഫ ആർബ്യൂട്ടിൻ എന്ന് പറയുന്ന സെറം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ആദ്യം നിങ്ങൾ ആൽഫ ആർബ്യൂട്ടിൻ യൂസ് ചെയ്തതിന് ശേഷം മാത്രം സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുക. കാരണം മോളിക്കുലർ ഫോർമുല കുറവാണ് ആൽഫ ആർബ്യൂട്ടിന് ഈ സാലിസിലിക് ആസിഡിനെക്കാളും. അപ്പം നമ്മൾ ഏറ്റവും സ്കിന്നിൽ ആദ്യം പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ആൽഫ ആർബ്യൂട്ടിൻ യൂസ് ചെയ്യുക. രണ്ടാമതായിട്ട് സാലിസിലിക് ആസിഡ് സെറവും നിങ്ങൾക്ക് മുഖത്തിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒക്കെ കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെ പെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് നോക്കാവേ. അപ്പം നമ്മൾ സാലിസിലിക് ആസിഡിൻ്റെ കൂടെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് റെറ്റിനോയിഡ് സെറംസ്. നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. സ്കിൻ നല്ല രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാവും, നല്ല രീതിയിൽ റെഡ്നെസ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും സാലിസിലിക് ആസിഡിൻ്റെ കൂടെ ഒരിക്കലും റെറ്റിനോയിഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ റെറ്റിനോയിഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡേ ടൈമിൽ സാലിസിലിക് ആസിഡ് ഇടുക, നൈറ്റ് ടൈമിൽ റെറ്റിനോൾ യൂസ് ചെയ്യുക. റെറ്റിനോൾ ഒരിക്കലും ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല, അത് നൈറ്റ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡേ ടൈമിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക, നൈറ്റ് ടൈമിൽ മാത്രം റെറ്റിനോൾ യൂസ് ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് യൂസ് ചെയ്യരുത്. പിന്നെ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ് വൈറ്റമിൻ സി സെറം. ഒരിക്കലും നമ്മൾ സാലിസിലിക് ആസിഡിൻ്റെ കൂടെ വൈറ്റമിൻ സി സെറം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വൈറ്റമിൻ സി കണ്ടന്റ് വരുന്ന ഒന്നും തന്നെ നമ്മൾ ഇപ്പോൾ മോയ്സ്ചറൈസർ ആണെങ്കിൽ പോലും ഒന്നും നമ്മൾ ഈ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡിൻ്റെ കണ്ടന്റ് ഉള്ള എന്ത് സാധനം യൂസ് ചെയ്യുകയാണെങ്കിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ pHനെ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വൈറ്റമിൻ സി ആയിട്ടോ ഇനി അല്ലെങ്കിൽ റെറ്റിനോയിഡ്സ് ആയിട്ടോ സാലിസിലിക് ആസിഡ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്യുക. ഈ സാലിസിലിക് ആസിഡ് സെറം എപ്പം നിങ്ങൾ ഡേ ടൈമിലായാലും നൈറ്റ് ടൈമിലായാലും യൂസ് ചെയ്യുകയാണെങ്കിൽ മോർണിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു BHA സൊല്യൂഷനാണ്. നമ്മളപ്പോൾ ലൈറ്റായിട്ട് അത് പീൽ ഓഫ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ. അപ്പോൾ എക്സോളിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഡേ ടൈമിൽ ഉറപ്പായിട്ടും നല്ലൊരു സൺസ്ക്രീൻ നോക്കി യൂസ് ചെയ്യുക കേട്ടോ. സെറാമായിട്ടുള്ള സൺസ്ക്രീൻ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കി ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഈ ഓപ്പൺ പോർട്സിനായാലും ഇനിയിപ്പോൾ അതല്ല നമ്മുടെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സിനൊക്കെ ആണെങ്കിലും മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഏതൊക്കെ സ്കിന്നിന് യൂസ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് ഓഫ് സ്കിൻകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതൊന്നും കൂടെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കും. അപ്പം നല്ല രീതിയിൽ ഒരു മോയ്സ്ചറൈസർ രാവിലെയും നൈറ്റും നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്യണം. മറ്റുള്ളവർ യൂസ് ചെയ്യരുത് എന്നല്ല കേട്ടോ. പക്ഷേ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ സാലിസിലിക് ആസിഡിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുള്ളൊരു കാര്യമാണ്, ചേച്ചി എനിക്ക് തരി പോലത്തെ പിമ്പിൾസ് ഉണ്ട്, വലിയ പിമ്പിൾസ് ഒന്നും ഇല്ല, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സാലിസിലിക് ആസിഡ് സെറം വാങ്ങി യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നല്ല കുറച്ച് സാലിസിലിക് ആസിഡ് സെറം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർഡിനറിയുടെ സാലിസിലിക് ആസിഡ് സെറം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങാൻ കിട്ടും, നല്ലതാണ്. മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് സെറം നല്ലതാണ് കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ ഡെർമാക്കോൻ്റെ സാലിസിലിക് ആസിഡ് സെറവും നല്ലതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ സാലിസിലിക് ആസിഡിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരും. ഇനിയിപ്പോൾ കമൻറ്റിൽ അല്ലാതെ പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായ കനക ഗൗതമിൽ വന്ന് ചോദിച്ചാലും മതി. അതിലും ഞാൻ ഇതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ അതിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ചെറിയ തരി പിമ്പിൾസും ബ്ലാക്ക് ഹെഡ്സൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.